ഇന്ന് കറണ്ട് പോക്ക് തന്നെ കേട്ടോ. മഴ പെയ്തിട്ട് നല്ല മഴയൊന്നതാണ്ടോ. എന്താ ഇപ്പൊ ദിവസം മഴ ഉണ്ട്. അതാ ഏട്ടൻ കണ്ടോ എന്താ കൊണ്ടുവന്നിക്കണെന്നറിയോ? ചൂര കണ്ടോ, ചൂരക്കുട്ടി കൊണ്ടുവന്നിട്ട് ചൂരമീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ കുക്കിംഗ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കുക്കിംഗ് ആണല്ലേ സുകന്യെ? മുരിങ്ങക്കായ അയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായ ദാ കൊടംപുളി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇന്നില്ലേ വറുത്തരച്ചിട്ട് നമുക്കൊരു ചിക്കൻ കറി അല്ല മീൻ കറി ഉണ്ടാക്കിയാലോ? വറുത്തരച്ചിട്ട് നമ്മളിവിടെ മീൻ കറി വെക്കുമ്പോൾ വറുത്തരച്ച് വെക്കാറില്ല കേട്ടോ. അത് കഴുകാൻ അവിടെ മേമ കൊണ്ടിട്ടൊക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വറുത്തരച്ച് മീൻ കറി വെക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അല്ലേ? 2-3 മെസ്സേജ് വന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്ത് നോക്കട്ടെ. ചോറെടുത്തിട്ട് അങ്ങോട്ട് പോന്നിട്ട് അവിടെ നിന്ന് മുട്ട പൊരിക്കി. ഇവിടെ ഇങ്ങനെ കറണ്ട് പോയി കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അവിടെയെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരിടത്ത് ഇരിക്കാമല്ലോ. അനിയനാണ് പറഞ്ഞു വെച്ചാൽ ഇവിടുന്ന് എവിടേക്കോ പോയി. അപ്പം ഇന്ന് വൈകുന്നേരമായി. കുറച്ചും കൂടി ഉള്ളി എടുക്കട്ടെ. അപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്. ഈ കൊടംപുളിക്ക് എത്ര ചെയ്യുന്നു? അപ്പോൾ കുഴപ്പമില്ല. ബാപ്പുക മീൻ ഒരു മുന്നക്കായ മതിയില്ലേ? ബാ. അപ്പം അത് നമുക്ക് കറി വെക്കുമ്പോൾ അല്ലേ അധികം മീനുണ്ടെങ്കിൽ അവർ കഴിക്കില്ല കേട്ടോ. അപ്പോൾ വറുത്തതാണ് ഏറ്റവും ഇഷ്ടം. അച്ചു നാടൻ പാട്ടിന് കൂടിയില്ലേ അതിന് സമ്മാനം കിട്ടിയതിൻ്റെയാണ് കേട്ടോ. കൈയടിച്ച് പാസ്സാക്ക്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്ലാപ്പറ്റ സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് ആർച്ചാനിൽ കിട്ടി. നാടൻപാട്ട് അടിപൊളി അടിപൊളി. അവിടെ ഫ്രണ്ടിൽ ലൈറ്റ് കത്തുന്നില്ലേ? അപ്പം അത് സ്വിച്ച് ഇട്ടിട്ടില്ലേ ലൈറ്റ് കത്തുക? തന്നെ കത്തുവോ? നിങ്ങൾ പുറത്തെ ലൈറ്റ് ഒന്നിട്ട് ഇടാണ്ട് വന്നിട്ട് അപ്പോൾ അതാ അടുക്കള അവിടെ ലൈറ്റ് കത്തുന്ന കണ്ടോ? നോക്കുമ്പോ മീൻകറിയില് കറണ്ടില്ലാണ്ട് കത്തുവോ? മീൻകറിയത്തെ മീൻ അധികം ആർക്കും വേണ്ടല്ലോ, വറുത്തതല്ലേ വേണ്ട. ഇപ്പോൾ മീൻകറിയിലെ മീന് പേരിന് മാത്രമേ ഇടുള്ളൂ കേട്ടോ. നമ്മള് ഇവിടെ എന്താന്നറിയോ തലയും വാലും ഇതാ തലയും വാലും മാത്രം. ഇതൊന്ന് കഴുകട്ടെ കേട്ടോ. കഴുകിയിട്ട് നമുക്കിതിൽ മസാല തിരുമ്പി വയ്ക്കാം. അച്ചോ ഒരു പാട്ട് അവർക്ക് പാടി കൊടുക്കുന്നാലേ പൂവാ നിക്ക പോയിട്ട് കത്തൊക്കെ അയക്കി ഫോൺ ചെയ്യൊക്കെ ചെയ്യും. അതാ വന്നു പിന്നെയും കൂടെ തന്നെ. എന്താണ് അവിടെ അതാ പുറത്ത് കണ്ടോ? അതല്ലാന്ന് ഈ സാധനത്തിന് എന്താ എവിടെ ഉണ്ട് തേങ്ങ? അതാണല്ലേ തേങ്ങ. അതെ തേങ്ങ കണ്ടിട്ട് തേങ്ങയിലെ ചോദ്യം ചോദിക്കുകയാണ്. തേങ്ങ എവിടെയാണ് കണ്ടോ? തേങ്ങ കിട്ടിയോ? സുവിനെ അണക്ക് ഇരുന്ന് ചെറുകണമെങ്കിൽ ഇരുന്ന് ചെറുകളുടെ ചെരുവുണ്ട് കേട്ടോ. അതെന്താ വേണ്ടാത്ത? ഇന്ന് നമ്മുടെ കുഞ്ഞുണ്ണിയുടെ പിറന്നാളാണേ. അപ്പൊ ഞങ്ങളില്ലേ അവന് വൈകുന്നേരം എന്താ എന്താ ഇത് അത് കരി പോലെയല്ല, ഈ പാത്രല്ലേ ഇത് അമ്മൂനെ പ്രസവിച്ച് വരുമ്പോ തന്നതാണേ. എത്ര വർഷമായി? 17 വർഷമായില്ലേ. 17 വർഷം മുമ്പത്തെ സാധനം. എടി ചായ വെക്കി കട്ടനേ. അച്ചുവിന്റെ ചായ അവന് 6 വയസ്സ്. കട്ടൻ ചായ വെക്കി അച്ചു തലവേദന എടുക്കണു. എന്താ കുഞ്ഞിനെ തേങ്ങ അറിവല്ലേ ഉപ്പ് കേട്ടോ. ഇനിയിപ്പോ വയസ്സ് എത്രയായാലും എന്താണ് എന്താ നീ അന്വേഷിക്കണത്? എന്തിനു വയസ്സറിയുണ്ട്? മുളക് പൊടി ചെക്കൻ കല്യാണം കഴിക്കാനായി അന്വേഷിക്കണോണ്ട് സുവന്നെ വയസ്സൊക്കെ ചോദിക്കണു. അമ്മ ഒറ്റയ്ക്ക് പണി കണ്ടിട്ട് സങ്കടം നിറക്കുന്നുണ്ട്. അമ്മ എല്ലാവരും സന്യാസത്തിന് പറഞ്ഞു വിടുന്നു. മീന് വറക്കാനുള്ളത് നമ്മള് മുളക് മല്ലി എന്ന് പറയുന്നത് മുളക്, അതേപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലര് എൻ്റെ അമ്മ പറഞ്ഞിരുന്നു കുറച്ച് മല്ലിപ്പൊടി ഇടാൻ കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് നമ്മളെ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വറക്കണേല് ശരി. എന്താ ഗുജറാത്തിൽ 5 ഇട്ടിട്ടുണ്ട്. ഗുജറാത്തിലാരാ? സതിയേട്ടൻ 1-ാം തീയതി ഗുജറാത്തിക്ക് പോകത്ര. അപ്പൊ സുകന്യ അറിയാണ്. സുകന്യനെ സതിയേട്ടൻ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. സുകന്യ ഗുജറാത്തില് ഒരു സ്ഥലമുണ്ട്, നല്ല തുണിയൊക്കെ അല്ല വില കുറവുള്ളത്.
സുകന്യെ സൂറത്ത് കൊണ്ട് സ്ഥലമുണ്ട് ഗുജറാത്തില്. അവിടെ വില കുറവ് അത്ര തുണികൾ. തുണികളൊക്കെ വെറുതെ ഇട്ട് പോയ ഗുജറാത്തില്. അതെ സത്യം. ഈ സത്യസന്ധമായി മഴ പെയ്തപ്പോഴേക്ക് ഇവിടെ അളിപൊളിയായി കേട്ടോ. ചുരിദാറൊക്കെ 15 രൂപ കൊണ്ട് പോയ ചുരിദാറൊക്കെ കിട്ടും. ഭയങ്കര വിലക്കുറവാതല്ലേ. 15 ഞാൻ വെറുതെ പറഞ്ഞു. സുകന്യക്ക് സുഖാണ്. സുകന്യയുടെ കെട്ടി അങ്ങനെ ഓരോ ഭാഗത്ത് കൂടെ പോകുമ്പോണ്ട് സുകന്യനെയും കൊണ്ടുപോകും. ലേട്ടാ ഒരു മുരിങ്ങക്കായ മതി നമ്മക്കൊരു കൂട്ടാന്. അധികാവുന്ന തോന്നുന്നില്ലേ? അധികാവുന്ന തോന്നണ നീളം കാരണം. നല്ല നീളല്ലേ. എന്താണ് ഇവരൊക്കെ ഓടി ഓടി കളിക്കുന്നത്? 2 വേണേ വറക്കാൻ വേണ്ടിട്ടല്ലേ. എന്ത് ഒരു മുറി മതിയില്ലേ? കുറച്ച് കൂട്ടാൻ വെച്ച് നോക്കാം നമുക്ക്. കുറച്ച് കൂട്ടാൻ വെച്ച് നോക്കാം അല്ലേ സോനി? കേക്ക് വാങ്ങണില്ലേ? കേക്ക് വാങ്ങണം. ഇത് വെറുതെ എന്താ ചെറിയ കേക്ക് എന്തോ ഒപ്പിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരുമാതിരി. ഇത് നടുക പൊളിക്കുന്നുണ്ട് കേട്ടോ. ആ വെറുതെ നമ്മളൊന്നും തിന്നിട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് തരുമോ? എനിക്ക് തരില്ലല്ലോ. നീ ആവശ്യത്തിന് എന്റെ അടുത്തേക്ക് വായോ. ഏട്ടാ പോയിട്ട് കുഴിമന്തി വാങ്ങിട്ട് വായട്ടാ. പോയി ന്യൂസിൽ കൊടുക്കണ്ട. എന്ത് ബിരിയാണി ഇവിടെ കാണിക്കുന്നത്? ഏട്ടാ അവര് വേണമെന്ന് തരില്ല. തരില്ല. എന്റെ ഏട്ടൻ കൊണ്ടുവന്ന് വെക്കാ. നോക്ക് നോക്ക് നോക്ക്. നമ്മളെ കുട്ടി ഇരുന്നോ? അമ്മയ്ക്ക് വേണ്ടടി. വെറുതെ വഞ്ഞതാ അമ്മ. വെറുതെ വഞ്ഞതാ. കുട്ടി ഇരുന്നോ? ഞാൻ വെറുതെ പറഞ്ഞത്. പാവം. എന്താ ആ എത്ര കൊണ്ടുവന്നതാ ഈ ഇങ്ങനെ 3 രൂപയുടെയൊക്കെ ഇപ്പം എണ്ണക്കടികളൊക്കെ അല്ലേ. അത് എണ്ണക്കടികൾ തന്നെയല്ലേ ഇത്. അമ്മ മേമയ്ക്ക് കൊടുക്ക്. അമ്മയ്ക്ക് ഇല്ലെങ്കിലും മേമയ്ക്ക് കൊടുത്താ. മേമയ്ക്ക് കൊടുക്കും. സുകന്യേ കഴിച്ചോ? 1 മതി. 2 മേമയ്ക്ക് കൊടുത്തളേ. ഞാൻ ഉറുമ്പടിക്കും വിട്ടിരുന്നു. വിട്ടിരുന്നു. പാമ്പി ഉറുമ്പാണ് വിട്ടിരുന്നു കേട്ടോ. നമ്മളിതാ തേങ്ങ വറുക്കാൻ പോവാണ് കേട്ടോ. ഇന്നത്തെ കറി പ്രത്യേക തരം ഒരു കറിയാണ്. പ്രത്യേക തരം കറിയാണ്. പ്രത്യേക തരം ഒരു കറിയില്ലേ. അതെ. എന്ത് തീയണോ? തീയുണ്ടോന്നൊക്കെ ചോദിക്കുന്നു. എങ്ങനെ തലത്തി വീട് തന്നെ വീണിട്ട് കാണിച്ചു തരാൻ പറ്റും. കാണിച്ചു തരണ്ട. അതിനെക്കാട്ടിലും ആ വണ്ടി നിക്കണതിന്റെ അവിടുത്തെ ലൈറ്റ് ഇട്. ഉലുവാട്ടോ. ഉലുവയായിരുന്നു ആദ്യം ഇടേണ്ടത്. അപ്പോൾ ഉലുവ ഇവിടെ നമ്മൾ അധികം ഭക്ഷണം ഉണ്ടാക്കണില്ലല്ലോ. അപ്പം അത് കാരണം അവിടെ ആയിരിക്കും ഉലുവ. അപ്പോൾ അവൾ സുകന്യ ഉലുവ എടുക്കാൻ പോലെ കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ചെറിയ ഉള്ളി ഇല്ലേ, ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. എന്ത് പൊളിച്ചെങ്ങനെ നോക്കണേ നീ? ഓരോ ഭാഗത്തേക്കും ഓരോ തരം കറികളാണ്. സുകന്യ അറിയാനേ തേങ്ങ അരക്കാതെ വെച്ചാൽ മതിയായിരുന്നു. അത് അങ്ങനെയുള്ള കറി അത് വേറെ ടേസ്റ്റാണ്. കുടംപുളിയിട്ടേക്കും സാധാരണ എനിക്കിഷ്ടപ്പെട്ട കറി അങ്ങനെയാണ്. തേങ്ങ അരക്കാണ്ടല്ലേ? തേങ്ങ അരക്കാണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ അതിൻ്റെ സ്ഥിരം കറിയുണ്ട്. സുകന്യ പറയാ നിന്റെ അടുത്തേ മൂത്ത മരുമക്കളായാലേ എന്തൊക്കെ നോക്കണല്ലേ ഇടയ്ക്കമ്മാന്ന്. അതുകൊണ്ട് അവള് രക്ഷപ്പെട്ടില്ലേ. അവള് ചെറുതായില്ലേ. എന്താ നോക്കണ്ട സുകന്യ? മൂത്ത മരുമകള് പറഞ്ഞ എന്താ ആ വീട്ടിലെ അമ്മയുടെ സ്ഥാന സുകന്യ നമ്മക്കേ. അപ്പൊ സുകന്യക്ക് ആരെ സ്ഥാനം? ഈ നേരത്തെമാന്ന് വിളിക്കില്ലേ, അവൾക്ക് എന്റെ അനിയത്തിയുടെ സ്ഥാനം. ചെറിയമ്മയുടെ സ്ഥാനം.
കുട്ടികൾക്ക് നമ്മുടെ സ്ഥാനം തന്നെ. ഞാൻ എന്റെ സ്ഥാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് അവൾ തന്നെയാണ് അമ്മ. അതിപ്പോ ചെറിയ മേനുണ്ടോ അല്ലെങ്കിൽ അപ്പൊ അതന്നെ അല്ലെങ്കിൽ സ്ഥാനം കൊണ്ട് അങ്ങനത്തെ വരും. ഏടത്തിയമ്മ എന്ന് പറഞ്ഞു വെച്ചാൽ അമ്മയുടെ സ്ഥാനം. ഇപ്പൊ എന്താ നമ്മുടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പ്രായവും പക്വതയൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കെട്ടിയവന് ഒരു ക്ലാസ് കൊടുത്തിരുന്നു ഒരു ദിവസം മുഴുവൻ എൻ്റെ വീട്ടിൽ നിന്നും. എന്താ നീ അങ്ങനെ ആവണം, നീ ഇങ്ങനെ ആവണം, ഇങ്ങനെ നടക്കണം, അങ്ങനെ നടക്കണം. പിന്നെ നമുക്കും അവർ പറയുമ്പോൾ ശരിയാണ് എന്ന് തോന്നുമല്ലോ. അവരുടെ ഓരോ കാഴ്ചപ്പാടുകളല്ലേ ജീവിതം. അങ്ങനെ ക്ലാസ് കുറവുള്ളവരാണ്. ക്ലാസ് കുറവുണ്ട് പറയുന്നുണ്ടോ? അല്ല, ഞാൻ പറയുക എൻ്റെ അവസ്ഥ പറഞ്ഞു. ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നതാണ്. അപ്പോൾ ഏട്ടൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പറഞ്ഞു, ഞാൻ എൻ്റെ വിഷമങ്ങളും പറഞ്ഞു. അപ്പോൾ സെയിം ഞങ്ങൾ രണ്ടും കട്ടയ്ക്ക് നിൽക്കാൻ പറ്റിയ ആൾക്കാർ കേട്ടോ. പിന്നെ അവർക്ക് അവരുടെ കൂടപ്പറപ്പുകൾ ജീവനാണ്, എനിക്ക് എൻ്റെ കൂടപ്പറപ്പുകളും ജീവനാണ്. അപ്പം ഞങ്ങളങ്ങനെ ബോണ്ടിൽ പോയി ഇതുവരെ എത്തി. ആർക്കൊന്നും പറയാനുള്ള ഇടമില്ലാണ്ട് ഇനിയിപ്പോൾ നാളെ എന്താണ് എന്നുള്ളത് മനുഷ്യനല്ലേ, അറിയാതൊരു വാക്ക് പറ്റിയാലും തെറ്റിയാലും കഴിഞ്ഞില്ലേ. അതെ. നമുക്കൊന്നും നമ്മൾ തന്നെയാണ് പെർഫെക്റ്റ് എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ലല്ലോ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ നമ്മൾ എങ്ങനെയാ പറയുക, എപ്പോഴും നമ്മൾ ആരും തിരിച്ച് നമുക്കൊന്നും സഹായിക്കും അല്ലെങ്കിൽ തിരിച്ച് അവർ ചെയ്തു തരും ഇതിൽ ചെയ്തു തരും എന്ന് വിചാരിച്ച് ചെയ്യാണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു വിഷമം ഉണ്ടാവില്ല. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം കേട്ടോ. മല്ലിപ്പൊടി കേട്ടോ, 1.5 സ്പൂൺ മല്ലിപ്പൊടി. അതെന്താണെന്നറിയോ, ചട്ടി ഇങ്ങോട്ട് വാങ്ങിയത് അത് കരിയുമ്പോൾ ഒരു പ്രശ്നമല്ലേ. ഇതാദ്യമായിട്ടും ഈ മുളക് പൊടി ഉപയോഗിക്കുകയാണ്. എത്ര എരിവ് ഉണ്ടാവും എന്നറിയില്ല കേട്ടോ. കുറച്ച് എരിവ് കമ്മിയായാലാണ് ചൂടാറിയിട്ടുണ്ടാവും. ആര് പൊന്ന് ചവിട്ടിട്ടാണോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? കുട്ടി ചവിട്ടിട്ട് എന്താ മുരിങ്ങക്കായ, ഇഞ്ചി, മാങ്ങ ഇട്ടിട്ട് ഒരു പ്രാവശ്യം എൻ്റെ അമ്മ വെച്ചിരുന്നു കേട്ടോ. മാങ്ങ, പച്ചമാങ്ങയും മുരിങ്ങക്കായും അയില മീനും പാടെ കൂട്ടിയിട്ട്. ഇവിടെ എങ്ങനെയാണെന്നറിയോ, ഉണക്കയില. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. 2 പച്ചമുളക്. ഇതൊരു എന്താ കൂട്ടുകാരി പറഞ്ഞതാണ്. ഈ നമ്മൾ ചെയ്ത് നോക്കട്ടെ, മാറി മാറി എപ്പോഴും നമ്മൾ നമ്മുടെ ഈ കറികൾ മാത്രമല്ലേ വെക്കണുള്ളൂ. അപ്പോൾ വേറിട്ടത് വെക്കുമ്പോൾ നമുക്കും കൂട്ടി നോക്കാം, ടേസ്റ്റ് ചെയ്യുക. ആൾക്കാർക്ക് അറിയാത്ത കൂട്ടുകാർക്ക് നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി എന്നും പറയാം, കേട് വന്നിട്ടില്ലെങ്കിൽ അയ്യോ വേണ്ടാട്ടോ എന്നും പറയാലോ അല്ലേട്ടാ. ഒരു ഭാഗം 3/4 ഭാഗം കാണും. ഇതാ നമ്മളിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. കണ്ടില്ലേ, അടുപ്പത്ത് വെച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. എന്തപ്പോൾ ഇത് പാറിപ്പോയി? എന്തോന്ന് പാറിയതുപോലെ തോന്നി. ഒന്നുമില്ല. നമ്മളിത് നല്ലപോലെ അരച്ചെടുക്കട്ടെ. ആവശ്യമുള്ള ഉപ്പ് ഇട്ടാം. കുടംപുളി ഇട്ട് കൊടുക്കണ്ടേ. കുടംപുളി ഇതിൽ ഇട്ട് വെച്ചതാട്ടോ. ഇതിൻ്റെ കുറച്ച് വെള്ളം പുളിപ്പുണ്ടാവില്ലേ? ഓ, കുടംപുളി ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാ. കുടംപുളി അടിവയറ്റിലെ കൊഴുപ്പൊക്കെ പോകാൻ നല്ലതാ. ഞാനത് കുറച്ച് കൂടെ. വാളംപുളിനെക്കാട്ടിലും നല്ലതാ. പിന്നെന്താ, വാളംപുളി അധികം കഴിക്കാതിരിക്കാനേ പറയുക. ഇതാട്ടോ നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുക്കണ്ടേ. കുടംപുളിയൊക്കെ നല്ലപോലെ വെന്ത് വന്ന് ഇനിതാ
അപ്പം നമ്മൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഐശ്വര്യ ആയിട്ടില്ലേ മീനിൻ്റെ ഇതാ മണ്ടകൾ. ഐശ്വര്യമായിട്ടൊക്കെ വേണം അപ്പൊ മീൻ കറിക്ക് മീനിടാൻ. ആ ഐശ്വര്യം മുഹൂർത്തൊക്കെ നോക്കിട്ട് എന്താണെന്നറിയോ, നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കില്ലേ, അപ്പം അതുകൊണ്ട് ഐശ്വര്യമൊക്കെ നോക്കണം. ഐശ്വര്യമായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഇതെന്തോ വലിയ സംഭവം ചെയ്യുമ്പോൾ സംഭവല്ലേ അടിപൊളിയായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഇനി നമ്മുടെ ഊഹോപകങ്ങളല്ലേ കഴിച്ചു നോക്കട്ടെ. സുകന്യ ടേസ്റ്റ് ചെയ്യും. എന്താ നമുക്ക് ടേസ്റ്റ് ചെയ്താൽ പറ്റില്ലേ? പേടിച്ചിട്ട് നിൽക്കണ സുകന്യ, വെറുതെ ആലോചിക്കണമെന്ന്. എന്താ കുഴപ്പം അല്ലേ? ഇതിങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ഒരു രണ്ടുണ്ട് ഗുണം. എന്തെന്നറിയാം, ഇതാ കണ്ടോ കറി, ഈ ചാറധികം അല്ലാട്ടാ കുഴമ്പനാക്കിയിട്ട് വെച്ചിരിക്കണ്. നാളെ രാവിലെ അനിയനെ ചോറ് കൊണ്ടാവാനുമായി. രണ്ട് കാര്യമായി. നാളേക്ക് ഈ കുടംപുളിയുടെ നല്ല പുളിപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റാവുണ്ടാവും. അപ്പോൾ എന്താ ചക്കപ്പുഴുക്കും മീൻ കറിയും. നിനക്കൊന്ന് ചോറ് വേണ്ടല്ലോ, ചക്കപ്പുഴുക്കും വരെ. സുകന്യ ഡയറ്റ് എടുക്കാൻ തുടങ്ങിട്ടോ. ഇന്ന് മാത്രം അല്ലേ? എന്താ ഏട്ടാ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനൊരു പാവല്ലേ പറ. കണ്ടോ എൻ്റെ കയ്യിൻ്റെ ഇവിടെ പൊള്ളിയിട്ട് പാടുകൾ നോക്കിയൊക്കെ എൻ്റെ മുഖത്തും കൂടിയും പൊള്ളി. അപ്പോൾ നമ്മൾ മീൻ കറിയിൽ അങ്ങനെ എന്താ കറിവേപ്പില ഇടാറില്ല കേട്ടോ. അപ്പം ഞാനൊന്ന് മുറിക്കോ പൊന്നോ. മുറിച്ചോ പൊന്നോ. ഇതാരെ പറഞ്ഞാളാ? എന്റെ പറഞ്ഞാളാ? കുഞ്ഞുണ്ണിയുടെ പിറന്നാള്. നിന്റെ പിറന്നാളിനെയാണോ? ശരി എന്റെ കുട്ടൻ പിറന്നാൾ. അച്ഛന് കൊടുക്ക്, സദ്യയുടെ എടുത്താ. ഓ പിറന്നാളിനെയാണ്. ഒരു സൈഡില് ഏട്ടന്റെ പിറന്നാളുണ്ട് കേട്ടോ. ഉള്ളത് മതി. ആദ്യം കുട്ടിക്ക് കൊടുക്ക് സുകന്യ. കുട്ടിക്ക് കൊടുക്കും. പൊന്നൂസിന് കൊടുക്ക്. പൊന്നൂസിന് ആദ്യം കൊടുക്ക്. ചെറുത് കൊടുക്ക്. ചെറുത് കൊടുക്ക്. അത്ര വലുതാ കൊടുക്കും. പൊറോട്ട കഴിക്കണ്ടേ? ഇന്ന് കുഴിമന്തി. ഇവർക്ക് കുഴിമന്തിയാണ് കേട്ടോ ഇഷ്ടം. അവ കുഴിമന്തി വാങ്ങാൻ പറഞ്ഞപ്പോ നോമ്പല്ലേ, നോമ്പായിട്ട് ആൾക്കാരൊക്കെ വേഗം വാങ്ങിയിട്ട് പൊറോട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രേ. അപ്പൊ പൊറോട്ട വാങ്ങിട്ട് വന്നു കേട്ടോ. പിന്നെ ഇവർക്ക് മാത്രം, കുട്ടികൾക്ക് മാത്രമുള്ളതേ വാങ്ങിയിട്ടുള്ളൂ. ഓരോന്ന് വെച്ചിട്ട് കഴിക്കാനുള്ളത്. ചോറ് വെച്ചതുണ്ട്, മീൻകറി. ഞാൻ പറഞ്ഞില്ലേ മീൻകറി വെച്ചു, മീൻ വറുത്തു. ഇപ്പോഴായിരുന്നു ഇതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പം അതുകൊണ്ട് അതൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ഓരോന്ന് കഴിച്ചിട്ട് പിന്നെ കുറച്ച് ചോറ് ഉണ്ണാലോ പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കണം, അങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്നു. ഇനി പിറന്നാൾ കുട്ടിക്ക് വേറെ കേക്കും വേണോ? എന്താ ഏത് കൈ കൊണ്ടൊക്കെ മുറിക്കണ്? മക്കളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കേട്ടോ ഒരു കേക്ക് മുറിക്കല്. അതേപോലെ തന്നെ എല്ലാവരും പാടെ ഒരു കൂടല്. ഇതാണ് അവർക്ക് വേണ്ടുള്ളൂ. അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇവൻ അപ്പുറത്ത് നിന്ന് നോക്കുന്നുണ്ട്, ഇപ്പുറത്ത് നിന്ന് പിടുത്തം കിട്ടിയിട്ടില്ല എന്താന്നുള്ളത്. ഇപ്പൊ ഞാൻ തന്നെ കേക്ക് വാങ്ങാൻ പോകുമ്പോ അല്ല അവന്റെ പിറന്നാളാന്ന് എപ്പോഴാണ് മനസ്സിലായത്? വൈകുന്നേരത്തോ? കോഴിമുട്ട വാങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. എപ്പോഴപ്പോ പറഞ്ഞപ്പോ പിറന്നാൾ എപ്പോഴാന്ന് പറഞ്ഞു പോന്നെ? ആരോടോ 26-ാം തീയതി ഫോൺ ചെയ്യണപ്പോഴല്ലേ ഈ പറഞ്ഞത്? അമ്മ വീട്ടിലത്തെ അമ്മ വിളിച്ചപ്പോ. അമ്മയാണ് ഈ കുട്ടികളുടെ പിറന്നാളൊക്കെ നേരത്തെ വിളിച്ച് പറയുക. അച്ചുവിന്റെ പിറന്നാളാവട്ടെ കുട്ടികളുടെ ഒക്കെ പറയും ആ അന്ന ദിവസമാണ്. കുഞ്ഞു ഇവിടെ വാ. എന്താ കീമ്? എന്താ കീമ് ഇതിന്റെ? ഇത് ചാച്ചനോണ്ട് കൊടുത്തിട്ട് പോയോ? നാൾക്ക് മുറുക്കി. എനിക്ക് വേണ്ട. കേക്ക് തീറ്റ നിർത്തി സോന്നി. പാവട്ടെ എന്റെ കുട്ടി വരിക മുട്ട കേക്കും കൊണ്ട്. കുഞ്ഞുണ്ണി അവിടെ എന്ത് കുഞ്ഞു പറഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ എന്താ പറയാ? ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോ എന്താ പറയാ? അതൊക്കെ കേക്ക് തിന്നുമ്പോ കൊടുക്കല്ലേ. ഒരു കഷ്ണം അത് എടുത്തോ. കഴിച്ചു. പപ്പുവിന് ഇത് കൊടുക്കാം. ഞാന് മധുരം കമ്മിയല്ലേ. ഈ ഒരു പീസ് കഴിക്കാലോ അല്ലേ? ഏത് പീസ് വേണമെങ്കിൽ കഴിക്കാം. പോലീസ് കുടിക്കുന്ന കേസൊന്നല്ലല്ലോ ഇപ്പൊ ഇത്. അവനാന് വേണ്ടത് കഴിക്കാന്നല്ലാണ്ട്. അപ്പൊ എങ്ങനെ അച്ചു കേക്ക്? നന്നായിട്ടുണ്ട്. ഞാനല്ലേ ഈ ഒരു ചെറിയ പീസ് പപ്പുവിന് കൊടുക്കലുണ്ട് കേട്ടോ. നമ്മൾ എന്ത് കഴിക്കുമ്പോഴും അവന് കൊടുക്കാനല്ലോ. അവന് ശകരം കൊടുത്തുട്ടോ. ഞാൻ എന്ത് കഴിക്കുമ്പോഴും ഞങ്ങൾ കഴിക്കുമ്പോഴേ
കുറച്ച് മധുരം അവന് കൊടുക്കും. ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ലേ, നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ട ആളവനല്ലേ. ഇതാ മീൻകൂട്ടം പകുതിക്ക് നിർത്തി പോയതാണ്. നമ്മളിതിൽ ചെറിയുള്ളി താളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടോ മീൻകറി കണ്ടോ. നാളേക്കല്ലേ, ഇപ്പൊ തന്നെ സെറ്റ് ആയിക്കണോ നോക്കിയൊക്കെ നീ. മധുരം നാളേക്ക് ഇപ്പൊ സെറ്റ് ആയില്ലേ? നല്ലൊരു സെറ്റ് ആയില്ല. ആവണുള്ളൂ. പുളി കൊടംപുളി നാളേക്കല്ലേ. പുളിയൊന്നും ഇറങ്ങാണ്ടല്ലേ. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടോ. എൻ്റെ കാര്യം പറയാലോ, എനിക്കത് കഴിച്ചപ്പോൾ ഇഷ്ടമായി. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം അതിൻ്റെ കളറൊക്കെ കണ്ടോ, കുറച്ചും കൂടി കണ്ട കളറൊക്കെ കണ്ടില്ലേ. നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാറ്? ഞാൻ ചക്കക്കൂട്ടാനല്ല ചക്കപ്പുഴുക്കും മീൻകറിയും പാടെ ഞാൻ അടിച്ചുവിടും. ഏട്ടന് ഓട്സ് അല്ലേ, ചക്കപ്പുഴുക്കാണോ വെച്ചാൽ ഏട്ടൻ കഴിക്കും കേട്ടോ. രാത്രിയല്ലേ, കുഴപ്പമില്ല. കഴിക്കുന്നവർക്കുള്ളതൊക്കെ ഉണ്ട്. മറ്റേ പാത്രങ്ങൾ എടുത്തിട്ട് വാ. അപ്പോ കെട്ടിപ്പിടിച്ചൊരു മാട്ട് ധാര ചെയ്ത് കുട്ടിയുടെ പിറന്നാളെ ആരെ ചെയ്തെന്ന് സന്തോഷായോ? സന്തോഷായ മതി കുട്ടിക്ക് കേട്ടോ. ഇനി കഴിച്ചോളി. മാറി ഞാൻ തരാം. നിക്ക് ഇതെന്താ തുടങ്ങല്ലേ കുഞ്ഞ. എന്താട്ടോ ആർക്കൊക്കെ കറി വേണ്ടവര് കറി വേണ്ടാത്തവര് പറഞ്ഞോളി. തോനെ കറി വേണ്ടായിരുന്നു. പൊറോട്ടയ്ക്ക് എന്താ ഇങ്ങനെ കുറച്ച് കറി. അതാ കുട്ടിക്ക് കറി വേണ്ടേ കുഞ്ഞുണ്ണി? അത് കഴിച്ചോ നമ്മുടെ കുട്ടിയെ? അത് കഴിച്ചടാ. രണ്ടെണ്ണം വെച്ചിട്ടൊക്കെ ഉള്ളു നമ്മളുണ്ടാക്കിയത്. നോക്കി നോക്ക് പൊന്നൂന്. എന്നാ പന്ന വേണ്ട പറ്റില്ല. ഒരെണ്ണം തിന്ന് അമ്മോ. പൊന്നെ അച്ചുവായോ തിന്ന്. ഇറച്ചി ഒരെണ്ണം തിന്ന്. കുഞ്ഞുണ്ണി കഴിച്ചാ പോയിട്ടോ. കറിയോ? കറി വേണോ? പൊറോട്ട കറി നിങ്ങളുടെ അവിടെ എന്താ പൊന്നാ ഇതില് ഇതിട്ട് കറി വയ്ക്കട്ടെ. കറി വയ്ക്കാ. കുഞ്ഞിന് പൊറോട്ട വേണ്ടേ? പിന്നെന്താ വേണ്ട? ശരി കുഞ്ഞുണ്ണി ഇത് കഴിച്ചു വെക്കുന്ന ഒരു കഷ്ണം ഇറച്ചി കഴിക്കടാ. എന്താ സോന്യ നീ ചെക്കന്മാരൊക്കെ ഇങ്ങനെ ആക്കിയായിരുന്നു? ഇറച്ചി ഒരെണ്ണത്തിന് വേണ്ടാതറേ. കുഞ്ഞിന് മാത്രം മതി. കുഞ്ഞുണ്ടിക്കും പിറന്നാൾ കുട്ടിക്ക് അതൊന്നും വേണ്ടേനി. വേണ്ടൊക്കെ തിന്നണ്ട അല്ലേ? ഈ വെച്ചോ സോന്യ. എല്ലാവർക്കും വേണ്ട. അപ്പോൾ നമ്മൾ എന്താ ഇങ്ങനെ വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ ചെറിയ കേക്കൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ പിന്നെ എന്തായാലും ഇനി അവർക്കൊരു വിഷമാവണ്ടല്ലോ. നമ്മുടെ ഓരോ വർഷങ്ങൾ കഴിയല്ലേ. സൂര്യ നീ കഴിച്ചോ. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണേ. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. അവൻ്റെ കുഞ്ഞുണ്ണിക്ക് എല്ലാവരും ആശംസകൾ അറിയിക്കൂ കേട്ടോ.